ഹായ്, വെൽക്കം ബാക്ക് ടു ജെയിം ജേണി. ആടുജീവിതം കൂറപ്പടം എന്നാണ് രണ്ടുപേർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അവർക്കെല്ലാം മറുപടിയും കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതൊന്ന് ചർച്ച ചെയ്യാറുണ്ട്. അതല്ലാതെ ഈ സമയം ആടുജീവിതം റെക്കോർഡുകൾ ഇട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതല്ലാതെ കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ജയ് ഗണേഷ് എന്ന് പറഞ്ഞ ഉണ്ണിമൂന്നിന്റെ സിനിമയുടെ ട്രെയിലർ റിയാക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് 1-2 ദിവസമായി വന്നിട്ട് ഞാൻ ചെയ്യാതിരിക്കുകയായിരുന്നു. കുറേ ആളുകളുടെ ആവശ്യപ്രകാരം അത് ഒന്ന് റിയാക്ട് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യം നമുക്ക് നമ്മുടെ ജയഗണേശ ട്രെയിലർ കാണുന്നതിന് മുമ്പ് ഈ ആടുജീവിതത്തിനെ കുറ്റം പറഞ്ഞിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവരുടെ ഒരു സംഭവം ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, ഇതൊരാള് സിനിമ കണ്ടിറങ്ങിയപ്പോൾ ഇതിന്റെ ഈ വീടിന്റെ മുകളിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ആടുജീവിതം കാണാൻ തിയേറ്ററിൽ കയറി സിനിമ തീരും വരെ ഉറങ്ങിയിട്ട് തിരിച്ചിറങ്ങിയ ചേട്ടന്റെ മുന്നിൽ മൈക്കും കൊണ്ടുപോയപ്പോൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റെഡി? പടം പൃഥ്വിരാജിന്റെ മേക്കിംഗ് ഓവർ മാത്രമേ ഉള്ളവള് കൂറപ്പടം കൊള്ളൂല. ആദ്യം കാണിക്കുന്ന കുറെ അവസാനം ആദ്യം കാണിക്കുന്ന കുറച്ച് പശ്ചാത്തലമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇത് വേറും മോശമാണ്. എന്തായാലും പൃഥ്വിരാജിന്റെ മേക്ക് ഓവർ സൂപ്പറാണ്, അത് മാത്രമേ ഉള്ളൂ. പടം വേറും ഫുള്ളാക്കാതെ അങ്ങനെയൊക്കെ പറഞ്ഞ ചേട്ടൻ നിർത്തുന്നുണ്ട്. എന്തായാലും ഇതിന്റെ കമന്റ്സ് അടിപൊളിയാണോ. ആരോ പറ്റിച്ചതാ, ആടുജീവിതം എന്ന് പറഞ്ഞ് വേറെ ഏതോ പടത്തിന് ടിക്കറ്റ് എടുത്ത് കയറ്റി വിട്ടു. പാവം മെന്റൽ ഡിസൂസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വാണങ്ങൾക്കും ശാപമാണ് നീ. PC ജോർജിന്റെ ബന്ധുവാണെന്ന് തോന്നുന്നു പുള്ളി. ഞാൻ പറഞ്ഞില്ല, ഇടയ്ക്ക് എന്തൊക്കെയോ ചില മൈ എന്നൊക്കെ വന്ന് പോകുന്നുണ്ട്. ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്യുന്നില്ലെന്നുള്ളൂ. തന്തക്ക് വിളി കേൾക്കാൻ തുനിഞ്ഞിറങ്ങിയ ജന്മമാണിത്, തടുക്കാനാവില്ല ഈ തന്തയില്ലാത്തവര്. ലക്ഷത്തിൽ ഒന്നേ കാണൂ ഈ ജാതി കൃമികൾ, ഒഴിവാക്കി വേണ്ടി ഈ തൈര് വൈകുന്നവനെന്നും. ആർപ്പിക്കിന്റെ പരസ്യത്തിലെ അവസാനത്തെ ആ ഒരു ബാക്ടീരിയ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, ഓരോ ആളുകൾക്കും ഓരോ ഇഷ്ടമാണ് കേട്ടോ. പുള്ളിക്കാരനത് ഇഷ്ടമായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് ഞാൻ ആ രീതിയിലാണ് എടുക്കുന്നതാലും ഇത് വലിയ രീതിയിൽ ഒരു ചർച്ച ആയതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു പോയി എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഓരോ ആളുകൾക്കും ഒരു ഇഷ്ടമുണ്ട്. പുള്ളിക്കാരനത് ഇഷ്ടമായില്ല, അത് പുള്ളിക്കാരന്റെ സ്വാതന്ത്ര്യം. പുള്ളിക്ക് അങ്ങനെ പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യം ഉണ്ട്. എന്നാലും ഇത് വലിയ രീതിയിൽ ഇതാവുകയും കുറെ ആളുകൾ സ്റ്റാറ്റസ് ഇടുകയും ട്രോളായിട്ട് വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. രണ്ടാമത്തെ ആള് നമ്മുടെ ചെകുത്താനാണ്. ചെകുത്താൻ പുള്ളി കുറെ നെഗറ്റീവ് പറഞ്ഞത് ഞാൻ കാര്യമാക്കുന്നില്ല. പൊതുവെ പുള്ളിക്കാരന്റെ ചാനലിൽ അങ്ങനെയാണ് വരാറുള്ളത്. അതുകൊണ്ട് ഞാൻ അതൊന്നും വെറുതെ ഇവിടെ എടുത്തിരുന്നില്ല. പിന്നെ ഇന്നലെ വന്നിരിക്കുന്ന ഒരു വാർത്ത, ഏറ്റവും വേഗത്തിൽ 50 കോടി നേടിയ മലയാള ചിത്രം ഇനി ലൂസിഫർ അല്ല, ആടുജീവിതത്തിലെ പൃഥ്വിരാജ് തകർത്ത് സ്വന്തം റെക്കോർഡ് എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത വന്നിരുന്നു. അത് മലയാളത്തിന്റെ എക്കാലത്തെയും ഒരു വിസ്മയ ചിത്രമായി മാറിയിരിക്കുകയാണ് ആടുജീവിതം. ഓഫ് കോഴ്സ് വേഷപകർച്ചയിൽ അമ്പരിപ്പിക്കുകയാണ് പൃഥ്വിരാജ്. തീർച്ചയായിട്ടും ആടുജീവിതം ആഗോള ബോക്സ് ഓഫീസ് കളക്ഷനിൽ വൻ കുതിപ്പ് നടത്തുകയാണെന്നാണ് റിപ്പോർട്ട്. ആഗോളതലത്തിൽ പൃഥ്വിരാജിന്റെ ആടുജീവിതം 50 കോടി ക്ലബിൽ ഇടം നേടിയിരിക്കുന്നുവെന്ന് ട്രേഡ് അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഇന്നലെ വന്ന വാർത്തയാണ്. അത് ഇന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പൃഥ്വി തന്നെ ആടുജീവിതത്തിന്റെ ഒഫീഷ്യൽ പേജിലും അല്ലാതെ പൃഥ്വിയൊക്കെ ഇതിന്റെ പോസ്റ്റ് ഉണ്ട്. വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 50 crore, 50 CR പ്ലസ്. അത് ഇനിയും ഒരുപാട് മുകളിലേക്ക് പോകും. മേ ബി മലയാളത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമയായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ബിക്കോസ് അതിലൂടെ അവർ നിജീവൻ എന്തെങ്കിലും കൊടുത്താൽ സന്തോഷം. അതല്ലാതെ ഇവരുടെ കഷ്ടപ്പാടും 16 വർഷത്തെ ബ്ലെസ്സിയുടെ കഷ്ടപ്പാടും ആ കഷ്ടപ്പാടൊക്കെ നമുക്കറിയാം. അത്രയും കഷ്ടപ്പാടുന്ന ഒന്നൊരു സിനിമ ആയതുകൊണ്ട് ആത്മാർത്ഥമായി അതുകൊണ്ട് അവർക്ക് ഒരുപാട് മെച്ചം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പോരാത്തിന് ഓസ്കാറിനൊക്കെ അയക്കാനുള്ള ഒരു വകയും കൂടി ആയിക്കഴിഞ്ഞാൽ മലയാളത്തിന്റെ ഓസ്കാർ കിടക്കട്ടെ, പുളിക്കൊന്നുമില്ലല്ലോ. താങ്ക് യു ഓൾ ഫോർ യുവർ സപ്പോർട്ട് ആൻഡ് ലവ്. പിന്നെ താഴെ കൊടുത്തിരിക്കുന്നത്, ദ ഗോട്ട് ലൈഫ് ഈസ് റോറിംഗ്, സെറ്റിംഗ് ഓൾ ടൈം റെക്കോർഡ്സ് അക്രോസ് ടെറിട്ടറീസ്. താങ്ക് യു ഫോർ ദ എൻലെസ് ലവ് ആൻഡ് സപ്പോർട്ട്. ഇത് ഭയങ്കര സന്തോഷമുള്ള ഒരു വാർത്തയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് പറഞ്ഞു പോകാതിരിക്കാൻ തോന്നിയില്ല. 50 crore പ്ലസ് എന്നൊക്കെ പറയുമ്പോൾ എത്രയും പെട്ടെന്ന് 100 കോടി ആവട്ടെ, എത്രയും പെട്ടെന്ന് 200 കോടി ആവട്ടെ. അത് ഭയങ്കര രസമായിരിക്കും. മഞ്ഞുമ്മലിന്റെ റെക്കോർഡും തൂക്കിയടിക്കണം. അത് മഞ്ഞുമ്മലിനോടുള്ള വിരോധം കൊണ്ടല്ല, മലയാള സിനിമയിൽ ഇറങ്ങുന്ന ഓരോ സിനിമകളും ഓരോന്നിനും മുകളിലേക്ക് പോട്ടെ, അതല്ല വേണ്ടത്. അപ്പോഴല്ലേ പ്രേക്ഷകർ എന്ന രീതിയിൽ നമുക്കൊരു നമുക്കും ബെനിഫിറ്റ്സ് അല്ലേ ഉള്ളൂ. അത്തരത്തിലുള്ള നല്ല നല്ല സിനിമകൾ കിട്ടും. ഇനി എന്തായാലും നമുക്ക് ജയ് ഗണേഷിന്റെ ഒരു ഈ ട്രെയിലർ ഒന്ന് കണ്ടിട്ട് വരാം. ഏകദേശം 2 മിനിറ്റ് 2.5 മിനിറ്റ് എങ്ങാണ്ടാണുള്ളത്. കുറേ പേര് പറഞ്ഞിട്ടുണ്ടോ, ഒരുപാട് വീഡിയോസിന്റെ താഴേക്ക് വന്നിട്ട് ട്രെയിലർ റിയാക്ട് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തായാലും ലെറ്റ്സ് വാച്ച്. റെഡി? നല്ല മഴ. ഇയാളാണോ വിറ്റ്നസ്? ടെൻഷൻ അടിക്കൊന്നും വേണ്ട, സ്പൈഡർമാൻ അവിടെ കണ്ട കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. നിധി, ഞാൻ എന്നും കാണുന്ന സ്വപ്നം എന്താണെന്നറിയോ? ജയഗണേഷിന് വെള്ളത്തിൽ നിന്ന് കിട്ടിയതുപോലെ എനിക്ക് ഒരു സൂപ്പർ പവർ കിട്ടണമെന്ന്.
ആ മുറിയിലെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഇത് തന്നെയാണോ രാത്രി മുഴുവൻ പണി? രാവിലെ ഗ്രാഫിക് ഡിസൈനർ, രാത്രി പാർട്ട് ടൈം ഡിറ്റക്റ്റീവ്. പല ഡിസ്ട്രിക്റ്റിലായി 12 റോബറി ചെയ്തിട്ട് നടന്നിട്ടുണ്ട്. ഈ എവിഡൻസ് കൊണ്ട് പോലീസിന് എന്ത് യൂസ് ഉണ്ടാകുന്നാണ് ഗണേഷ് കരുതുന്നത്? അവൻ അവിടെ ഇരുന്ന് ഈ ഇൻഫർമേഷൻ ഒക്കെ ആക്സസ് ചെയ്യും. എന്തിനാണോ നമ്മളൊക്കെ ഈ പണിയെടുക്കുന്നത്? ഐ തിങ്ക് ഹി ഹാസ് എ സ്കിൽ, വളരെ റെയർ ആയിട്ടുള്ളൊരു സ്കിൽ. നിനക്ക് എന്റെ കാല് വേണം. അത് വേണ്ട, ഇതെനി ശരിയാവോ? ഇത് ശരിയാവില്ല. Why are you always so upset? നീ ഇങ്ങനെ ആയത് ഒരു വിധിയാണെന്ന് വിചാരിക്കാം. എങ്ങനെയായിരുന്നു? ഇനി ജയഗണേഷിന്റെ കഥയൊന്നുമില്ല. Because you're a fool. இந்த சராசரி மனுஷன் இருக்காங்க, ஈர தீக்குச்சி மாதிரி பிறந்த நாள்லேருந்து சமூகம் அவனை உரைச்சிட்டே இருக்கு. അതല്ല, അയാളല്ല കള്ളൻ. മനസ്സിലാണല്ലോ വെറുതെ താനിങ്ങനെയായിരുന്നു. വെയിറ്റ് ചെയ്യട്ടെ. So we have an Indian superhero now. നൈസ് അല്ലേ, നല്ല അത്യാവശ്യം പ്രതീക്ഷ തരുന്നൊരു ട്രെയിലർ തന്നെയാണ്. ടീച്ചറിനേക്കാളും ഇതിന് മുമ്പ് ചെറിയ സാധനം ഗ്ലിംസ് ആൻഡ് ടീച്ചർ ഒന്ന് തന്നിരുന്നു, അതിനേക്കാളും നല്ലതാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. സൂപ്പർ ഹീറോ അത് തന്നെയാണ് സംഭവം. അത് ഇതിൽ തന്നെ പറയുന്നുണ്ട്, ഗ്രാഫിക് ഡിസൈനർ, പകൽ ഗ്രാഫിക് ഡിസൈനർ, രാത്രി പാർട്ട് ടൈം ഡിറ്റക്റ്റീവ്. സോ പുള്ളി അങ്ങനത്തെ ഒരു മൈൻഡുള്ള ആളാണ്. അത് സമൂഹത്തിൽ കാണുന്ന ചില പ്രശ്നങ്ങൾ അതിനെതിരെ പോരാടുക. പക്ഷേ ഈ കാല് ഇങ്ങനെ ആയതുകൊണ്ട് ആക്സിഡന്റ് സംഭവിച്ചതാണല്ലോ, ബൈക്ക് റേസിൽ ആക്സിഡന്റ് സംഭവിച്ച് കാല് ഇങ്ങനെയായി തളർന്നു. സോ വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് പുള്ളിക്ക് ചെയ്യുന്നതിനൊരു പരിമിതികളുണ്ട്, അതിനപ്പുറത്തേക്ക് ചെയ്യണമെന്ന് മനസ്സിലാഗ്രഹമുണ്ട്. പക്ഷെ പുള്ളിയുടെ ഫിസിക്കലി ഉള്ള ഒരു പരിമിതി കാരണം പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. സോ അതുകൊണ്ട് ഉണ്ടാകുന്ന ആ ഒരു ദേഷ്യം, ആ ഒരു സ്വയം വെറുപ്പ്, ആ ഒരു സമൂഹത്തിനോടുള്ളൊരു ഇത് എല്ലാം ഉള്ളൊരു വ്യക്തി, അങ്ങനത്തെ ഒരു ക്യാരക്ടർ. പുള്ളിക്ക് ഒരു സൂപ്പർ പവർ കിട്ടുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതായിരിക്കും തീർച്ചയായിട്ടും. സോ ഇതിൽ തന്നെ പറയുന്നുണ്ട്, വെറുതെ അല്ലടോ താൻ ഇങ്ങനെ ആയതെന്ന് പറയുന്നുണ്ട്. അതുപോലെ പുള്ളി വാതിലിന്റെ ഇടയിൽ നിന്ന് കയറാൻ പോകുന്ന സമയത്ത് മലർന്നടിച്ച് വീഴുന്നത്, അതുപോലെ ഓരോ സംഭവം ചെയ്യുമ്പോഴും തിരിച്ചൊരു എന്താ പറയാ ഒരു പരിമിതി ഉണ്ടല്ലോ, പുള്ളിയുടെ ലിമിറ്റേഷൻസ്, അത് കാരണം ബുദ്ധിമുട്ടുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു പടി അപ്പുറത്തേക്ക് ചാടി കിടക്കാൻ പറ്റാത്തൊരു സാഹചര്യം അത് ഒരുപാട് കാണിക്കുന്നുണ്ട്. സോ അതിനുശേഷം പുള്ളിക്ക് ഇങ്ങനെ ഒരു സംഭവം കിട്ടുമ്പോഴുള്ള റൊമാൻറ്റിഫിക്കേഷൻ മൊമെന്റ്സ് ഒക്കെ കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരു തീമായിട്ടാണ് ട്രെയിലർ കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത്. പിന്നെ ഉണ്ണിയുടെ അഭിനയത്തിലേക്ക് വരുമ്പോഴും ആ ഒരു ദേഷ്യം, ഒരു ആങ്കർ അതൊക്കെ കാണിക്കുന്നതൊക്കെ കുറച്ച് നൈസായിട്ട് ഫീൽ ചെയ്തു. ആ ഒരു അലമുറ ഇടുന്നതും അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ദേഷ്യം കാണിക്കുന്നത് ഭയങ്കര രസമായിട്ട് ഫീൽ ചെയ്തു. എനിക്ക് തോന്നുന്നു അടിപൊളിയായിരിക്കും. പിന്നെ അച്ഛൻ്റെ ക്യാരക്ടർ സിമ്പിൾ ആയിട്ടുള്ള, അതായത് മകനോടൊരു വളരെ സോഫ്റ്റ് കോർണർ ഉണ്ട്, പക്ഷെ അതേ സമയം തന്നെ അവൻ്റെ ഒരു അവസ്ഥയിൽ ദുഃഖിക്കുന്ന അല്ലെ, ആ ഒരു എന്താ പറയുക, എന്തൊരു വാക്കുറല്ലോ, ഒരു സിമ്പതി മകനോട് കാണിക്കുന്നത്. അത് അങ്ങനത്തെ ആളുകൾക്ക് ആ സമയത്ത് അത് പറ്റുന്നില്ല, അതിലേക്ക് നമ്മൾ പോകണ്ട. എന്തായാലും ട്രെയിലർ എൻ്റെ അഭിപ്രായത്തിൽ ഒരു നല്ല നൈസായിട്ടുള്ള, അത്യാവശ്യം പ്രതീക്ഷ തരുന്ന ഒരു സാധനം തന്നെയാണ്. നല്ലൊരു സിനിമയാവട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും 11-ാം തീയതി തിയേറ്ററിലേക്ക് വരും, കാണാം. കണ്ടിട്ട് നമുക്ക് റിവ്യൂ പറയാം, അപ്പോഴേ നമുക്ക് അറിയുള്ളൂ. ട്രെയിലർ കൊള്ളാം. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണുള്ളത് തീർച്ചയായിട്ടും മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തുക. അടുത്തതായിട്ട് കാണാം. കാണുന്നവരെ